बाबरा मन देखने चला एक सपना, बावरी सी मन की देखो बावरी है बातें, बावरी सी धड़कने हैं, बावरी है सांसें, बावरी सी कर. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ആൻഡ് പ്ലസ് ഒരു സ്റ്റഡി വ്ലോഗാണ്. പക്ഷേ ഇതിൽ സ്റ്റഡി വ്ലോഗ് അധികം ഉണ്ടാവില്ല, മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോഴ്സ് ഞാൻ എന്താ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, +1 ആണിപ്പം. അപ്പം എക്സാംസൊക്കെ തുടങ്ങാറായി. ലൈക്ക് മോഡൽ എക്സാം വരും February 17th നമുക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് മുന്നേ പോർഷൻസൊക്കെ തീർക്കണം. അപ്പം ഇനി ഒരു മാർച്ച് വരെ വീഡിയോയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോ ഇടുന്ന കുറച്ച് ലോ ആണ്. ബട്ട് എനിവേ അതിനുശേഷം ഞാൻ നന്നായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ റൂമിലെ ടേബിൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാ എല്ലാവരും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുകയാണ്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ഷിഫ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എൻ്റെ ഉള്ളത് വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഓർഗനൈസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പൊസിഷൻ മാറ്റി വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഓർഗനൈസ്ഡ് ആയിരിക്കുന്നതിന് ഒന്നും കൂടി ഓർഗനൈസ് ചെയ്യുക, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മിക്ക സാധനങ്ങളും എന്നെക്കൊണ്ട് എന്തൊക്കെ എൻ്റെ ടേബിളിൽ വെക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ടേബിളിൽ വെക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു രസം. എൻ്റെ റൂമിൽ ഞാനല്ലാതെ വേറെ ആരും വരില്ല, അപ്പോൾ പിന്നെ എവിടെ എങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ സ്കിൻ കെയർ കുറേയൊക്കെ എക്സ്പയർ കഴിഞ്ഞു. ഞാൻ യൂസ് ചെയ്യാത്തതും ലിപ്സ്റ്റിക്കും എല്ലാം എടുത്ത് കളയേണ്ട സമയമായി. ഞാൻ ചുമ്മാ ഇങ്ങനെ കാണാൻ ഭംഗിക്ക് എല്ലാം കൂടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളയാൻ വേണ്ടി പോവാണ്. ആൻഡ് ബൈ ദ വേ ഞാനിപ്പോൾ മോർണിംഗിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അഫ്കോഴ്സ് നല്ല നോയ്സ് ഉണ്ടാവും. ഞാൻ മാക്സിമം അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന സ്റ്റുഡിയോ ഹോളാണ്. ഞാൻ സ്റ്റുഡിയോയിൽ ഇപ്പം നമുക്ക് സെയിൽ നടക്കുന്നുണ്ടല്ലോ, 499 299 അങ്ങനെ എന്തോ സെയിലുണ്ട്. അപ്പോൾ അതിന് പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ശ്രമിച്ചു, പറ്റിയില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെറ്റ് വൈപ്സ്, പിന്നെ ലിപ്സ്റ്റിക് റിമൂവിങ് വൈപ്സ്, പിന്നെ ഷീറ്റ് മാസ്ക്, ലിപ് മാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോയുടെ ഷീറ്റ് മാസ്കാണ് ഞാൻ ഇപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുക. നമ്മൾ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യും. അപ്പം അത് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ 2 ലിപ് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. സ്റ്റുഡിയോയുടെ ലിപ് പ്രൊഡക്റ്റ് ചുണ്ട് ഡാർക്കാക്കും എന്ന് ഞാൻ കേട്ടു, ബട്ട് എനിക്ക് തോന്നിയില്ല അത്ര. ആൻഡ് ഓൾസോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാൻ അതെടുത്തു. ആൻഡ് ദെൻ പിന്നെ ഹാൻഡ് ക്രീം, എൻ്റെ കാലും കൈയൊക്കെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു. ദെൻ പിന്നെ ഒരു ബ്രാലെറ്റ്, ഇന്നവേ എന്ത് വേണമെങ്കിലും പറയാം. അത് ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല, ബിക്കോസ് എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് സെയിലായത്. സോ എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത് ഹാഫ് ദ പ്രൈസ് പോലും ഇല്ല, അതിലും താഴെയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായി, പക്ഷെ ഞാനതിന് പറയണില്ല ഇതിൽ. ഓക്കെ, എനിവേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നൈക്ക് ചെയ്യുന്നൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിലാണ് ഞാൻ എൻ്റെ ഷീറ്റ് മാസ്ക്, ലിപ് മാസ്ക്, എക്സ്ട്രാ ഉള്ള വെറ്റ് വൈപ്സ്, ടിഷ്യൂ പേപ്പർ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ലൈക്ക് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ വൈറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ലുലുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പം എൻ്റെ സ്കിൻ കെയർസ് എല്ലാം വെക്കുന്നത്. ബട്ട് ഇതിനകത്ത് സ്കിൻ കെയർ മാത്രമല്ല, ഹെയർ കെയർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മാറ്റി. പിന്നെ കുറേ ഞാൻ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ്, കുറേ ഞാൻ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ അതിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. വൈറ്റ് ആകുമ്പോൾ ഓഫ്കോഴ്സ് പെട്ടെന്ന് പൊടി പിടിക്കുമല്ലോ. അപ്പം ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതിനൊരു വെറ്റ് വൈപ്സോ ടിഷ്യൂ എന്തുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാണുമ്പോൾ അറിയാം ഒത്തിരി തീർന്ന പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇനി കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ്, ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ എല്ലാ നെയിൽ പോളിഷും വെച്ചിട്ടില്ല, ബട്ട് സ്റ്റുഡിയോന്നും വെബ്സൈറ്റിൽ ഞാൻ വാങ്ങിച്ച നെയിൽ പോളിഷ് റിമൂവ്. പിന്നെ ഞാൻ എപ്പോഴും എവിടെ പോയാലും ഗോ ടു ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് ഐറ്റംസാണ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ ബർത്ത്ഡേ ഗിഫ്റ്റ്സും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന ഗിഫ്റ്റ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസമല്ല വന്നത്, അതിന് മുന്നേ ഒരു ദിവസമാണ് വന്നത്. അപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു
രണ്ടും ക്യാൻഡിൽസാണ്, സെൻറ്റഡ് ക്യാൻഡിൽസ്. ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയുമല്ലോ എനിക്കിപ്പോൾ ക്യാൻഡിൽസ് ഇങ്ങനെ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ലാവൻഡറാണെന്ന് തോന്നുന്നു രണ്ടും. ഒന്നിൻ്റെ ബ്രാൻഡ് എനിക്കറിയത്തില്ല, രണ്ടിൻ്റെയും ബ്രാൻഡിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടില്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ബട്ട് നല്ല മണമുള്ള ക്യാൻഡിൽസാണ്, ഭയങ്കര രസമാണ്. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ കത്തിച്ച് വെച്ച് നോക്കിയിട്ടുണ്ടാകും. കുറേ നേരം ആ സ്മെല്ല് അങ്ങനെ നിൽക്കുന്നുണ്ട് റൂമിലൊക്കെ. പിന്നെ അഫ്കോഴ്സ് എൻ്റെ അമ്മ പറഞ്ഞു ഇത് കത്തിച്ച് വെക്കുന്നതല്ല ക്യാൻസർ വരും എന്നൊക്കെ. ബട്ട് എനിവേ ഞാനങ്ങനെ ഡെയിലി ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എപ്പോഴും കത്തിക്കുന്ന ഒരാളൊന്നുമല്ല ഇത്. ബട്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ കത്തിച്ച് വെക്കാറുണ്ട്, അതൊരു രസം. സോ നല്ല ക്യാൻഡിൽസാണ്. പിന്നെന്താ, ക്യാൻഡിൽസ്, ഈ 2 ക്യാൻഡിൽസാണ്. രണ്ടും ലാവൻഡർ ഫ്ലേവറിൽ വരുന്നതാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഡെക്കോ പീസായിട്ട് വെക്കാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്കിങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഞാൻ എവിടെ പോയാലും അതാണ് നോക്കണേ. ഇനി ഇതും എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൊവനിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദർ തന്ന ഗിഫ്റ്റാണ്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ്, അഫ്കോഴ്സ് ഇത് കേക്ക് സ്റ്റാൻഡാണ്. ബട്ട് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വെച്ചിട്ട് ഫോട്ടോ കട്ട് ചെയ്യുമ്പോഴൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ബർത്ത്ഡേയുടെ കട്ടിങ്ങൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തതെന്നുള്ളത്. സോ വാട്ട് ഐ ഗോട്ട് ഫോർ മൈ ബർത്ത്ഡേ മാത്രമേ എനിക്ക് അതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എനിവേ സോറി, നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേയിൽ സൂപ്പറാക്കാം. അപ്പോൾ എന്താണ്, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേക്ക് സ്റ്റാൻഡിൽ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ബോഡി ലോഷൻ എല്ലാം മിക്കതും ഗിഫ്റ്റ്സാണ്. അതിനകത്തുള്ള പെർഫ്യൂംസ്, ക്യാൻഡിൽസ്, ബോഡി ലോഷൻ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ബോക്സ് ഓർമ്മയുണ്ടോ, അനോണിമസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ബോക്സ്, ഇത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൈക്കിയെന്ന്. അപ്പോൾ ഈ ബോക്സ് ആണ് ഞാനിങ്ങനെ ബാക്കി ഞാൻ ഡിസ്പ്ലേയിൽ വെക്കാത്ത എൻ്റെ കയ്യിലുള്ള ക്യൂട്ട് ഐറ്റംസൊക്കെ ഞാൻ ഇതിനകത്താണ് വെക്കുക. ഇതിൻ്റെ ഒരു നിധിപ്പെട്ടി പോലെയാണ്, ഞാൻ ആർക്കും തുറന്നു പോലും കാണിക്കില്ല, അങ്ങനെ ഞാൻ മാത്രം നോക്കി വെച്ചിരിക്കുന്നൊരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഇത് ലെനോവോയുടെ എയർപോഡാണ്. എൻ്റെ കയ്യിലുള്ളതൊരു ഹെഡ്ഫോണാണ് ഞാൻ യൂസ് ചെയ്യുക. ബട്ട് ഇപ്പോൾ ഇതൊരു എയർപോഡും എനിക്കുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ടേബിളിൻ്റെ പൊസിഷൻ മാറ്റി ബെഡിൻ്റെ സൈഡിലോട്ടാക്കി. പിന്നെ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു ഈ വട്ടം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിരുന്ന് പഠിച്ചു. കുറച്ചധികം അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. CA ഒക്കെ ഇടുന്ന സമയമാണ്. സോ അതൊക്കെ ചെയ്തു. പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഒടുക്കത്തെ വിശപ്പ് കാരണം ഞാൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് സൈഡിൽ വെച്ചിട്ട് പോയിരുന്ന് പഠിച്ചു. അസൈൻമെൻറ്റ്സൊക്കെ എഴുതി. ഞാനിപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ട് വരെ വാങ്ങിച്ച് റിവിഷന് വേണ്ടി നോക്കുന്നുണ്ട്. ബട്ട് ആ ബുക്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ മെയിൻ ഇപ്പോഴത്തെ ജോലി. സോ ഞാൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഡൂഡിൽസ് വരയ്ക്കുന്ന ബുക്ക്. ഞാൻ ഭയങ്കര ഒരു ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷേ ബോറടിക്കുമ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.